സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനം ഡേ 2 മോഡൽ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഉദ്ഗ്രഥനം 1-ൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ പ്രവർത്തനം 6 കടങ്കഥ. കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം എഴുതി യോജിപ്പിക്കൂ. ഇതാണ് പ്രവർത്തനം. അതിൽ ഒരു സൈഡിൽ കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ സൈഡിൽ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിക്ചറിന് പേര് എഴുതിയിട്ടില്ല. അപ്പോൾ പേര് എഴുതുക എന്നുള്ള ഡ്യൂട്ടി നിങ്ങളുടേതാണ്. അതുപോലെ തന്നെ ഇവയെ വരച്ച് യോജിപ്പിക്കുക. കടങ്കഥയ്ക്ക് ഏതാണോ പ്രോപ്പറായ ഉത്തരം ആ ഉത്തരം അതിന് നേരെ എഴുതി അതിന് നേരെ വരച്ച് യോജിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് നോക്കാം. ആകാശത്തൊരു പാട്ട്, മണ്ണിലൊരു തണുപ്പ്, ഇലകളിൽ നൃത്തം. എന്താ ആൻസർ? ആകാശത്തൊരു പാട്ട്, മഴ പെയ്യുമ്പോഴുള്ള സൗണ്ട് ആലോചിക്കുക. മണ്ണിലൊരു തണുപ്പ്, മഴ പെയ്താൽ മണ്ണിൽ ഭയങ്കര തണുപ്പാണ്. ഇലകളിലോ നൃത്തം, ഇലകളിങ്ങനെ വെള്ളത്തിൽ മഴ പെയ്യുന്നതിൽ തുള്ളി കളിക്കും അല്ലേ. അപ്പോൾ അത് തന്നെയാണ്. ആകാശത്തൊരു പാട്ട്, മണ്ണിലൊരു തണുപ്പ്, ഇലകളിൽ നൃത്തം. അപ്പം മഴയുടെ നേരെ വരച്ച് യോജിപ്പിക്കുക. അതിൻ്റെ താഴെ മഴ എന്ന് എഴുതുക. രണ്ടാമത്തത്, പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താ ഉത്തരം? പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാലോ പാടാവും അല്ലേ, ഒരുപാടാവും. അപ്പോൾ ഉത്തരം എന്താ? ചീര. അപ്പോൾ ചീരയുടെ നേരെ വരച്ച് യോജിപ്പിക്കുക. അതിൻ്റെ താഴെ ചീര എന്നെഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അടിപ്പാറ, നടുവടി, മേലേ കുട. അടിപ്പാറ, നടുവടി, മേലേ കുട. എന്താ ഉത്തരം? അടിയിൽ ചേനയുണ്ടാവും, നടുവിൽ ചേനയുടെ തണ്ടുണ്ടാവും, ഏറ്റവും മുകളിൽ അതിൻ്റെ ഇലകൾ ഉണ്ടാവും. അപ്പോൾ ഉത്തരം എന്താ? അടിപ്പാറ, നടുവടി, മേലേ കുട. ഉത്തരം ചേന. അപ്പോൾ ചേനയുടെ താഴെ നിങ്ങൾ എഴുതണം ചേന. ഓക്കെ. 1000 തത്തക്ക് ഒരു കൊക്ക്. ഉത്തരം വാഴക്കുല. അപ്പോൾ വാഴക്കുല എന്ന് എഴുതണം. അതിൻ്റെ നേരെ വരച്ച് യോജിപ്പിക്കണം. അടുത്ത പ്രവർത്തനം എന്താ? മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക. മഞ്ഞളെന്ന് ഉത്തരം കിട്ടണം. അതിനനുസരിച്ച് നിങ്ങളൊരു കടങ്കഥ ഫ്രെയിം ചെയ്യുക. നിങ്ങൾ തന്നെ എഴുതണം, എൻ്റെ മക്കൾ തന്നെ എഴുതണം. ഒരു കടങ്കഥ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? മണ്ണിനടിയിൽ പൊന്നമ്മ അല്ലേ, മണ്ണിനടിയിൽ പൊന്നമ്മ. അതെന്താ ഉത്തരം? മഞ്ഞൾ. അപ്പോൾ അതുകൊണ്ട് അതെഴുതുക. അപ്പോൾ മഞ്ഞളെന്ന് ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക. ഇത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ മഞ്ഞളെന്ന് ഉത്തരം വരുന്ന ഒരു കടങ്കഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. മണ്ണ് മാറ്റിയപ്പോൾ സ്വർണം കണ്ടു, അങ്ങനെ പറഞ്ഞുകൂടെ? അത് ഉത്തരം തന്നെയാണ്, മഞ്ഞൾ തന്നെയാണ് അല്ലേ. അപ്പം മഞ്ഞളെന്ന് ഉത്തരം വരുന്ന ഒരു കടങ്കഥ എങ്ങനെ എഴുതാം? ഒന്ന് മണ്ണിനടിയിൽ പൊന്നമ്മ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, മണ്ണ് മാറ്റി സ്വർണം കണ്ടു. എന്താ സ്വർണം? നമ്മുടെ മഞ്ഞൾ തന്നെ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കടങ്കഥ, മഞ്ഞളെന്ന് ഉത്തരം വരുന്ന ഒരു കടങ്കഥ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത പ്രവർത്തനം ക്രമപ്പെടുത്താം. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. നെൽകൃഷീൻ്റെ ഒരുപാട് ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് ഏതാണെന്ന് പ്രോപ്പറായി തിരിച്ചറിഞ്ഞ് അത് കൃത്യമായി എഴുതണം. അപ്പോൾ നെൽകൃഷി ചെയ്യണമെങ്കിൽ, നെൽകൃഷി എന്നല്ല ഏത് കൃഷി ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നിലമൊരുക്കണം അല്ലേ. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എന്താ? നിലമൊരുക്കുക, അല്ലെങ്കിൽ നിലം ഉഴുതുക അല്ലേ. നെൽകൃഷി ചെയ്യണമെങ്കിൽ നിലം എന്ത് ചെയ്യണം? ഉഴുകണം. അപ്പോൾ ആ കാളേനെ കൊണ്ടുള്ള ആ സാധനം, കാള വെച്ച് നിലം ഉഴുകുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നിലം ഉഴുകുക അല്ലെങ്കിൽ നിലം ഒരുക്കുക എന്നെഴുതിയാലും മതി. ഓക്കെ, നിലം റെഡിയായി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താ? രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നിലം റെഡിയായ പിന്നെ അടുത്ത സ്റ്റെപ്പ് വിത്തിടണം അല്ലേ. ആ ലാസ്റ്റ് ചിത്രം നമ്മൾ വിത്തിടണം. നെല്ലിൻ്റെ വിത്ത് അവിടെ പാകണം, നെൽവിത്ത് അവിടെ പാറ്റിയിടണം. അപ്പോൾ മാത്രമേ വിത്ത് അവിടെ വീണ് മുളക്കാൻ തുടങ്ങുള്ളൂ അല്ലേ. വിത്ത് മുളച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഞാറുണ്ടാവും അല്ലേ. ആ ഞാറ് എല്ലാം അടുത്തടുത്താണ് ഉണ്ടാവുക. അതിനെന്ത് ചെയ്യണം? പറിച്ച് നടണം. അപ്പോൾ മൂന്നാമത്തെ ചിത്രം ആ സെൻറ്ററിലുള്ള ചിത്രമാണ്. മൂന്നാമത്തെ എന്താ വർക്ക്? എന്താ മൂന്നാമത്തെ പ്രവർത്തനം? എന്തായിരുന്നു നെൽകൃഷിയിൽ? ഞാറ് നടുക. ഞാറ് നടുക, അതാണ് മൂന്നാമത്തെ പ്രവർത്തനം. അപ്പം ആദ്യം നിലമുഴുകുക അല്ലെങ്കിൽ നിലമൊരുക്കുക, രണ്ടാമത്തത് വിത്തിടുക, മൂന്നാമത്തത് ഞാറ് നടുക. 3 പ്രവർത്തനങ്ങളായി. ഇനി നാലാമത്തത് ഞാറ് നട്ടു അല്ലേ. ഞാറ് നട്ടു, അത് വളവും ഇതൊക്കെ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? അത് മുളച്ച് വന്ന് വിളവെടുക്കേണ്ട പ്രായമാകും അല്ലേ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ചിത്രമാണ്. എന്ത്? വിളവെടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വിളവെടുക്കാൻ വേണ്ടി തുടങ്ങണം നമ്മൾ. ലാസ്റ്റ് സ്റ്റെപ്പ് അത് വിളവെടുത്തു.
വിളവെടുത്ത് നെല്ലിൻ്റെ കറ്റ കിട്ടി നമുക്ക്. അപ്പം നാലാമത്തേൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? വിളവെടുക്കുക. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ്, വിളവെടുത്ത് കൊണ്ടുവന്നു, കറ്റയായിട്ട് കൊണ്ടുവന്നു. ആ കറ്റം അടിക്കണം അല്ലേ? കറ്റ മെതിച്ച് നമ്മൾ അതിൽ നിന്ന് എന്ത് മാറ്റി വെക്കണം? നെന്മണികൾ വേർതിരിക്കണം. അപ്പോൾ അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്തെഴുതണം? കറ്റ മെതിക്കുക. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? കറ്റ മെതിക്കുക. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ എഴുതി വെക്കണം. അപ്പോൾ കിട്ടിയല്ലോ. നിലമുഴുകുക ഫസ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തത് വിത്തിടുക, മൂന്നാമത്തത് ഞാറ് നടുക, നാലാമത്തത് വിളവെടുക്കുക, അഞ്ചാമത്തത് കറ്റ മെതിക്കുക. ഇങ്ങനെ 5 സ്റ്റെപ്പ് എഴുതിയാൽ നിങ്ങളുടെ ആ പ്രവർത്തനം പൂർത്തിയാവും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടും. അടുത്തത് പ്രാധാന്യം അറിയാം. കുറച്ച് ദിവസങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വരച്ച് യോജിപ്പിക്കാനാണ് പറയുന്നത്. വരച്ച് യോജിപ്പിക്കാം. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഇതൊക്കെയാണ്: ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26, ജനുവരി 30. താഴെ കൊടുത്തിരിക്കുന്നു ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, രക്തസാക്ഷി ദിനം, സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ നമുക്ക് നോക്കാം. ആഗസ്റ്റ് 15 എന്താ? അതാ ഇപ്പോൾ കഴിഞ്ഞു പോയതേ ഉള്ളൂ അല്ലേ? എന്താ അത്? സ്വാതന്ത്ര്യദിനം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. ഒക്ടോബർ 2 എന്താ? നമ്മുടെ ഗാന്ധിജി ജനിച്ച ദിവസം അല്ലേ? അപ്പോൾ ഒക്ടോബർ 2 എങ്ങോട്ട് വരച്ച് യോജിപ്പിക്കണം? ഗാന്ധി ജയന്തിയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. മൂന്നാമത്തത് ജനുവരി 26, ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിലേക്ക് അതിനെ വരച്ച് യോജിപ്പിക്കുക. ദെൻ ജനുവരി 30 രക്തസാക്ഷി ദിനം. നമ്മുടെ മഹാത്മാഗാന്ധി വെടിയേറ്റ് ജീവത്യാഗം ചെയ്ത ദിനം. അപ്പോൾ ജനുവരി 30 രക്തസാക്ഷി ദിനം. അതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. അത്രയായാൽ എ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ബി, താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? താഴെ കൊടുത്ത ചിത്രം നോക്കൂ. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? എഴുതുക. ആദ്യം ആരാണ് ആ വ്യക്തി എന്ന് തിരിച്ചറിയണം. ആരുടെ ചിത്രമാണത്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ്. അപ്പോൾ ചിത്രത്തിൽ ആരാ ഉള്ളത്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ അത് വേണമെങ്കിൽ എഴുതാം. ഇതാരാണ്? ഇത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതാം. 2, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. മൂന്നാമത്തെ പോയിൻ്റ്, കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്നു അല്ലേ? കുട്ടികൾ സ്നേഹത്തോടെ എന്ത് വിളിക്കും? അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. നാലാമത്തത്, ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായിട്ട് ആചരിക്കുന്നു. അഞ്ചാമത്തെ പോയിൻ്റ്, സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു അല്ലേ? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇങ്ങനെ 5 പോയിൻ്റ് എഴുതിയാൽ മതി മക്കൾ. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി, കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു, ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നു, സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇപ്പം ഇങ്ങനെ 5 പോയിൻ്റ് എഴുതുക. അതിനുശേഷം ഉള്ള പ്രവർത്തനം, 9ാമത്തെ പ്രവർത്തനം, പോസ്റ്റർ തയ്യാറാക്കാം. ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കണം. എന്താണ് ചിത്രം? അവിടെ കുറേ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നു അല്ലെ? മാലിന്യം ഇട്ടിട്ടുണ്ട്. ആ മാലിന്യത്തിൽ നായ്ക്കളും പക്ഷികളും അതും ഇതും ഒക്കെ കൊത്തി വലിക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ എന്തെഴുതണം? അവിടെ ഒരു പോസ്റ്റർ എഴുതണം. എങ്ങനെ എഴുതാം? ഇനി അത് ചെയ്യാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ എഴുതിക്കൂടെ? മാലിന്യം വലിച്ചെറിയരുതേ, അവ രോഗങ്ങളായി തിരിച്ചു വരും. അങ്ങനെ എഴുതിക്കൂടെ? മാലിന്യം വലിച്ചെറിയരുതേ, അവ രോഗങ്ങളായി തിരിച്ചു വരും. ഇങ്ങനെ ഒരു പോസ്റ്റർ എഴുതുക. മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. അപ്പോൾ ടീച്ചർ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ആ ചിത്രത്തിന് അനുയോജ്യമായൊരു പോസ്റ്റർ മക്കൾ എഴുതുക. നെക്സ്റ്റ്, അതും ഒരു പോസ്റ്റർ തയ്യാറാക്കൽ തന്നെയാണ് പ്രവർത്തനം. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നിങ്ങൾ ജലസ്രോതസ്സ് മലിനമാക്കുന്നതിനെതിരെയുള്ള പോസ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് അല്ലേ? അത് തന്നെ എഴുതിയാൽ മതി. ജലസ്രോതസ്സുകൾ മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ജലസ്രോതസ്സുകൾ മലിനമാക്കരുതേ, അവ നാടിൻ സമ്പത്ത്, അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് എഴുതി വെക്കുക. അപ്പോൾ പോസ്റ്റർ കഴിഞ്ഞു. അവസാനത്തെ പ്രവർത്തനം, 10ാമത്തെ പ്രവർത്തനം,
തൊഴിലുകൾ. താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതുക. ഒന്നാമത്തത് എന്താ അത്? ചില നാട്ടിൽ ചില ആൾക്കാർ കത്തിയാൾ എന്നൊക്കെ പറയും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രോപ്പറായിട്ടുള്ളൊരു ടേം വെട്ടുകത്തി എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, വെട്ടുകത്തി എന്ന് അവിടെ എഴുതാം. അപ്പോൾ താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതുക. ഒന്നാമത്തെ എന്താണ്? വെട്ടുകത്തിയാണ്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് കൈക്കോട്ടാണ്. രണ്ടാമത്തെ എന്താണ്? കൈക്കോട്ടാണ്. രണ്ടാമത്തത് മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാർ, കൃഷി ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന കൈക്കോട്ടാണ്. മണ്ണൊക്കെ മാറ്റാൻ യൂസ് ചെയ്യുന്ന കൈക്കോട്ടാണ് രണ്ടാമത്തെ ചിത്രത്തിൽ. അപ്പോൾ ഒന്നാമത്തത് വെട്ടുകത്തി, രണ്ടാമത്തത് കൈക്കോട്ട്. ഇനി അവസാനം തൊഴിലുകളിലെ ലാസ്റ്റ് പ്രവർത്തനം, ചിത്രം നോക്കി തൊഴിൽ ഏതാണെന്ന് എഴുതുക. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നേരെ അതെന്ത് തൊഴിലിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതുക. ഒന്നാമത്തെ ചിത്രം എന്താ? ഒരാൾ വാഹനം ഓടിക്കുന്നതല്ലേ? അപ്പോൾ ഒന്നാമത്തെ പണി എന്താ? തൊഴിലെന്താ? ഡ്രൈവർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്ഥലത്ത് എഴുതേണ്ട, ഒന്നാമത്തെ കോളത്തിൽ എന്താ എഴുതണം മക്കൾ? ഡ്രൈവിംഗ് എന്ന് എഴുതണം. രണ്ടാമത്തതിലോ? രണ്ടാമത്തെ എന്താ? എന്തോ പൈലറ്റ് ജോലി ചെയ്യുന്ന ഒരാളെ പോലെ തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം അവിടെ? പൈലറ്റ് എന്ന് എഴുതാം. മൂന്നാമത്തെ എന്താ? ഡോക്ടർ. നാലാമത്തതോ? നാലാമത്തെ എന്താ? അദ്ദേഹം എന്താ ചെയ്യുന്നത്? മരപ്പണിയല്ലേ ചെയ്യുന്നത്? മരപ്പണി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, മരപ്പണി അല്ലെങ്കിൽ ആശാരിപ്പണി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഉദ്ഗ്രഥനം 2 രണ്ടാം ദിവസത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, നല്ല വൃത്തിയിൽ എക്സാം എഴുതിയിട്ട് വരിക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ.